ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പുതിയ മോഡൽ വിക്ടോറിയസ്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് പറയുമ്പം LED ഹെഡ് ലാമ്പാണ് ഫുൾ ഓപ്ഷനിൽ ലഭിക്കുന്നത്. അതുപോലെ LED ഫോഗ് ലാമ്പും ഫ്രണ്ടിൽ സെൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാറ് 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. ഇനി കാറിൻ്റെ ടയർ സൈസ് നോക്കാൻ നേരത്ത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രിസിഷൻ കട്ട് അലോയിലാണ്. അത്യാവശ്യം നല്ല സ്പേസ് കാറിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ORVMൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വിക്ടോറിയയിൽ ലഭിക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന, റൂഫ് റെയില്, സ്പോയിലർ, അതുപോലെ തന്നെ ഡീഫോഗർ, വൈപ്പർ എല്ലാം തന്നെ കാറിൽ ലഭിക്കുന്നുണ്ട്. ബാക്കിലെ ടെയിൽ ലാമ്പ് വരുമ്പം കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് വിക്ടോറിയസിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാറ് ഫുൾ ഓപ്ഷൻ വരുമ്പം ഹൈബ്രിഡ് ആണ്. നമുക്ക് ഹൈബ്രിഡിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നുണ്ട്, സ്മാർട്ട് ഹൈബ്രിഡിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ CNGയിലും കാർ അവൈലബിൾ ആണ്. ബാക്കിൽ റീറേസ് ഇവൻസ്, USB ചാർജിംഗ് പോർട്ട്, ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിലും ലഭിക്കുന്നുണ്ട്. ബാക്കിൽ അത്യാവശ്യം 3 പേർക്ക് ഇരിക്കാവുന്ന ലെഗ് റൂം സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ഇതിൽ ആംബിയൻ ലൈറ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് 64 കളർ ഓപ്ഷനിൽ 10 ഇഞ്ചിൻ്റെ ആയിരിക്കും ഇൻഫോടൈൻ സിസ്റ്റം വരുന്നത്. അതുപോലെ ഈ കാണുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ AC ആണ് വരുന്നത്. ഈ ഒരു സ്വിച്ച് കാണുന്നത് EV മോഡ് മാറ്റാനും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോളാണ് കാണിക്കുന്നത്. സീറ്റ് തന്നെ കണ്ടാലറിയാം അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെറ്റപ്പാണ് ഈ കാറിൽ ലഭിക്കുന്നത്. 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ്. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ ആംബ്രസ്റ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാറിൽ കിട്ടുന്നുണ്ട്. എല്ലാ സീറ്റിലെയും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വയർലെസ് ചാർജിങ്ങിൻ്റെ പോർട്ടാണ് അതിൻ്റെ അടിയിൽ കാണുന്നത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളുമാണ് വരുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ലെവൽ 2 അഡാസ് ഒക്കെയാണ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചിങ് കൺട്രോളുമാണ് നമ്മളിപ്പോൾ മുകളിൽ കണ്ടത്. 4 ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്. ഇത് ടെലിസ്കോപ്പിക് ആണ് സ്റ്റിയറിംഗ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വിക്ടോറിയസിൽ ലഭിക്കുന്നത്. ഡൈനൈറ്റ് IR VM വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാറിൽ പനോരമിക് സൺറൂഫാണ് കിട്ടുന്നത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അടുത്തതായി ഈ കാറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ ഇലക്ട്രോമാറ്റിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. അതിൻ്റെ സ്വിച്ചാണ് ഇത് ഇവിടെ പോക്കത്ത് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 439 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അടിഭാഗത്താണ് സെൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ലെവൽ 2 അഡാസ് എങ്ങനെയാണ് ഉപകാരമാകുന്നത് നോക്കാം. കാർ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ ലൈൻ കീപ്പർ സിസ്റ്റം കൂടെ ഒന്ന് ഓണാക്കി ഇടുക. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നേരത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. കാറ് തന്നെ ഓട്ടോമാറ്റിക്കലാണ് ആക്സിലറേഷൻ കൊടുത്ത്, അതും ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ സ്പീഡ് സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ കാറിൻ്റെ സ്പീഡും പോകുന്നത്. പിന്നെ ലൈൻ കീപ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റോഡിൽ നിന്ന് കാറ് തെന്നി മാറുവാണെങ്കിൽ അതും കാറ് സെൻസ് ചെയ്തിട്ട് റോഡിലോട്ട് ഓട്ടോമാറ്റിക്കലി കയറി വന്നോളും. ലൈൻ കീപ്പ് അസിസ്റ്റ് പോലെ തന്നെ അടുത്തായിട്ട് എടുത്ത് പറയുന്നതാണ് BSM, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാറ് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഔട്ട് സൈഡ് മിററിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് BSM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് AEDയുടെ വർക്കിംഗ് നോക്കാം. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്. നമ്മൾ ആക്സിലറേഷനും കൊടുത്തിട്ടില്ല, ബ്രേക്കും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ പോകുന്ന ആ വാഗനാറിൻ്റെ സ്പീഡ് നമ്മുടെ വിക്ടോറിയസ് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇപ്പം കാറ് ബ്രേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ആ ഒരു വാഗനാർ മൂവ്മെൻ്റ് അനുസരിച്ച് തന്നെ നമ്മുടെ കാറിൻ്റെ സ്പീഡും കൂടിയിട്ടുണ്ട്. ഇതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ AEDയുടെയും ലൈൻ കീപ്പേഴ്സിൻ്റെ ഗുണം. ലെവൽ 2 അഡാസിൻ്റെ ബെനിഫിറ്റാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം.
is Dolby Atmos, the world's first object-based cinematic audio. With powerful moving audio that transcends from channels to moving around you with pinpoint accuracy. Whether the soundscape sets the mood of the scene, Come on, you guys, let's go. or captures the full extent of nature's fury. ഫ്രണ്ട്സ്, അപ്പോൾ വിക്ടോറിയസ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു കാറാണ്. നിങ്ങൾക്ക് ഈ ഒരു കാറിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.